പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം കനക്കുകയാണ്. ടെഹ്റാനിൽ വിവിധയിടങ്ങളിലുണ്ടായ ആക്രമണങ്ങളിൽ 34 പേർ മരിച്ചു. ഷരീഫ് സാങ്കേതിക സർവകലാശാല കെട്ടിടം തകർന്നതായും റിപ്പോർട്ടുണ്ട്. ഇസ്രായേലിലെ ഹൈഫയിൽ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു. ലെബനനിലെ ഇസ്രായേൽ ആക്രമണത്തിൽ 24 മണിക്കൂറിനിടെ 10 പേരാണ് മരിച്ചത്. കുവൈറ്റിൽ മിസൈൽ അവശിഷ്ടം തകർന്നു വീണ് 6 പേർക്ക് പരിക്കേറ്റു. ഹോർമുസ് തുറന്നില്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന ട്രംപിന്റെ അധിക്ഷേപ പോസ്റ്റിന് പിന്നാലെയാണ് ആക്രമണം രൂക്ഷമായത്. അജയ് സുധ ബിജു ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന്. അജയ്, നേരത്തെ ഭീഷണിയായിരുന്നു ട്രംപ് മുഴക്കിയിരുന്നതെങ്കിൽ ഇപ്പോൾ ഭീഷണിക്കൊപ്പം അസഭ്യവും പറയുകയാണല്ലോ ട്രൂത്ത് സോഷ്യലിൽ ഡൊണാൾഡ് ട്രംപ്. ഇതിന് പിന്നാലെ നടന്ന ആക്രമണങ്ങൾ എന്തൊക്കെയാണ്? മഞ്ജുഷ്, വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു ട്രംപ് ട്രൂത്ത് സോഷ്യലിലുള്ള തൻ്റെ വാക്കുകളിലൂടെ വ്യക്തമാക്കിയത്. അതായത് ചൊവ്വാഴ്ച രാത്രി 8 മണിക്കുള്ളിൽ ഹോർമുസ് കടലിടുക്ക് തുറന്നില്ലെങ്കിൽ ശക്തമായ ആക്രമണം നടത്തും എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ മുന്നറിയിപ്പ്. അതായത് ഇറാനിലുള്ള ബ്രിഡ്ജുകൾ, അതുപോലെ തന്നെ പവർ പ്ലാന്റുകൾ എന്നിവ ഒരു അക്കമിട്ട് നിരത്തിയായിരുന്നു ട്രംപിൻ്റെ ഒരു ഭീഷണി എന്ന് പറയുന്നത്. അതിന് പിന്നാലെ ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ തന്നെ പശ്ചിമേഷ്യയിൽ വിവിധ സ്ഥലങ്ങളിൽ റിപ്പോർട്ട് ചെയ്തു. ടെഹ്റാനിൽ ഇറാനുള്ളിൽ നോക്കുകയാണെങ്കിൽ ടെഹ്റാനിലാണ് വളരെ വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങൾ നടന്നത്. ഈ ആക്രമണത്തിൽ മൊത്തത്തിൽ 34 പേർ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകളുള്ളത്. ഷെരീഫ് സാങ്കേതിക സർവകലാശാലയിൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഈ കെട്ടിടം ഉൾപ്പെടെ പൂർണ്ണമായിട്ടും തകർന്നതായിട്ടാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ സർവകലാശാലയുടെ ഡയറക്ടർ ആ കെട്ടിടങ്ങൾ തകർന്നതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട്. അതുപോലെ ഈ ടെഹ്റാനുള്ളിൽ തന്നെ ബഹറിസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലത്ത് നടന്നിട്ടുള്ള ആക്രമണത്തിൽ 13 പേരാണ് കൊല്ലപ്പെട്ടത്. ഒരു റെസിഡൻഷ്യൽ കെട്ടിടത്തിന് നേരെ ഉണ്ടായിട്ടുള്ള ആക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെട്ടതായും 7 പേർക്ക് പരിക്കേറ്റതായിട്ടും വിവരമുണ്ട്. അങ്ങനെ ടെഹ്റാനിൽ വിവിധയിടങ്ങളിൽ കനത്ത ആക്രമണങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത് ഇസ്രായേലാണോ അമേരിക്കയാണോ ഈ ആക്രമണങ്ങൾക്ക് പിന്നിലെന്ന് നിലവിൽ വ്യക്തമായിട്ടില്ല. അതുപോലെ തന്നെ ഇസ്രായേലിന് നേരെ ഇറാന്റെ ശക്തമായിട്ടുള്ള മിസൈൽ ആക്രമണവും നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഇസ്രായേലിനുള്ളിലെ ഹൈഫ എന്ന് പറയുന്ന നഗരത്തിൽ ഒരു റെസിഡൻഷ്യൽ കെട്ടിടത്തിൽ മിസൈൽ വീണ് പതിച്ചിട്ടുണ്ട്. ഈ 6 നില കെട്ടിടമായിരുന്നു. ഈ 6 നില കെട്ടിടം പൂർണ്ണമായിട്ടും തകർന്നു. ഇതിൽ 2 പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് നിലവിൽ വിവരമുള്ളത്. 2 പേരെ കാണാനില്ല. ഇവർക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ ഈ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ ഇപ്പോൾ നിലവിൽ ഊർജിതമാക്കിയതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇസ്രായേലിന്റെ പ്രതിരോധ സേന വ്യക്തമാക്കുന്നത് ഒരു ബാലിസ്റ്റിക് മിസൈൽ ആക്രമണമായിരുന്നു നടന്നതെന്നാണ്. ഈ ബാലിസ്റ്റിക് മിസൈൽ വളരെയധികം വെയിറ്റ് ഉള്ളതായിരുന്നു. ഇതിനെ ഇസ്രായേൽ സേന തകർത്തിരുന്നു. ഇതിൻ്റെ ഒരു അവശിഷ്ടം വീണാണ് ഈ കെട്ടിടം തകർന്നതെന്നാണ് അവർ റിപ്പോർട്ടുകൾ വഴി വ്യക്തമാക്കിയിട്ടുള്ളത്. അതുപോലെ ലെബനിലേക്കുള്ള ഇസ്രായേലിൻ്റെ ആക്രമണം ഇപ്പോഴും രൂക്ഷമായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ബെയ്റൂട്ടിൽ ഉൾപ്പെടെ നിലവിൽ 10 മരണമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ 9ഉം 10ഉം 15ഉം വയസ്സുള്ള കുട്ടികൾ ഉൾപ്പെടെ ഈ കൊല്ലപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ ഗൾഫ് നാടുകളിലേക്കുള്ള ആക്രമണങ്ങൾ ഇപ്പോഴും വളരെ രൂക്ഷമായി തന്നെ തുടരുകയാണ്. കുവൈറ്റിൽ നിന്ന് വരുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് വടക്കൻ കുവൈറ്റിൽ ഒരു മിസൈൽ അവശിഷ്ടം വീണ് പതിച്ച് 6 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതുപോലെ UAEയിൽ ഒരു വിദേശി പൗരനും പരിക്കേറ്റതായിട്ട് വിവരമുണ്ട്. അബുദാബിയിലാണ് UAEക്കുള്ളിലെ ഈ ആക്രമണം നടന്നത്. അതുപോലെ സൗദി അറേബ്യ നിലവിൽ 2 ഡ്രോണുകൾ പ്രതിരോധിച്ചതായിട്ട് അവരുടെ പ്രതിരോധ മന്ത്രാലയം റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഇപ്പോഴും ഹോർമുസ് കടലിടുക്ക് അടഞ്ഞു തന്നെയാണ് കിടക്കുന്നത്. എണ്ണ ഗതാഗതമൊക്കെ വളരെ ചെറിയ തോതിലാണ് നടക്കുന്നത്. ഇപ്പോൾ മറ്റ് കടലിടുക്കുകളും ഉപരോധിക്കും എന്നുള്ള നിരന്തര ഭീഷണി കൂടി ഇറാൻ പുറപ്പെടുവിക്കുന്നുണ്ട്. ട്രംപിൻ്റെ ഈ പ്രസ്താവനയെ തള്ളിക്കളയുകയാണ് ഇറാൻ പറയുന്നത് ട്രംപ് ചെയ്യുന്നത് യുദ്ധക്കുറ്റമാണ് എന്നതാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന ആരോപണം. ഇതിനിടെ ഇറാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അരക്ചിയും ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S ജയശങ്കറും ടെലഫോണിൽ സംസാരിച്ചതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. ഇറാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഫോൺ കോൾ വരികയായിരുന്നു. അതുപോലെ ട്രംപ് ഇന്ന് ഇന്ത്യൻ സമയം അർദ്ധരാത്രി മാധ്യമങ്ങളെ കാണും എന്നുള്ള വിവരങ്ങളുണ്ട്. അദ്ദേഹം സൈനിക മേധാവിമാരെ കണ്ട ശേഷമായിരിക്കും മാധ്യമങ്ങളോട് പ്രതികരിക്കുക. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.